ബിഗ് ബോസ് മലയാളം സീസൺ 6-ന്റെ ഹോട്ടൽ ടാസ്കിൽ നമ്മുടെ സാബു ഒരു പ്രാങ്ക് പ്ലാൻ ചെയ്ത് നടപ്പിലാക്കി. എൻ്റർടൈൻമെൻറ്റ് ടീമിനെ കൊണ്ട് നോറയെ പ്രൊവോക്ക് ചെയ്യിക്കുക എന്നുള്ളതായിരുന്നു ആ ഒരു പ്രാങ്ക്. അത് അവർ പ്ലാൻ ചെയ്ത് അതിനുള്ള കാര്യങ്ങളൊക്കെ ഒപ്പിച്ച് വന്ന് നമ്മുടെ ഗാർഡൻ ഏരിയയിൽ വെച്ച് ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഭാഗവതത്തിൽ ഏർപ്പെടാൻ വേണ്ടിയിട്ട് എല്ലാ സെറ്റപ്പും ഒത്തു വന്നു. പക്ഷേ പ്രൊവോക്ക് ചെയ്തിട്ട് നോറ അനങ്ങാതെ നിന്നു. അതിനുള്ള കാരണം എന്താണെന്നുള്ളത് ഞാൻ തൊട്ട് മുമ്പത്തെ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. അതിനൊരു കാരണമുണ്ട്. ആ കാരണം ആ വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട് കേട്ടോ. നോറ അനങ്ങാതെ നിന്നു. നോറ അനങ്ങാതെ കുറേ ഇവർ നോറയെ പ്രൊവോക്ക് ചെയ്യാൻ നോക്കി, നടന്നില്ല. അവസാനം അത് മാറിപ്പോയി നമ്മുടെ മുടിയൻ്റെ അടുത്തേക്കാണ് എത്തിയത്. അതിൽ നമ്മുടെ അപ്സര ഒരു ഡയലോഗ് പറഞ്ഞു, ഋഷിയുടെ അഭിനയത്തെക്കുറിച്ച്. നീ അങ്ങനെ അഭിനയിക്കണ്ടെന്നോ അങ്ങനെ എന്തോ, നിനക്ക് അഭിനയിക്കാൻ അറിയില്ല എന്നോ അങ്ങനെ എന്തോ ഒരു ഡയലോഗ് പറഞ്ഞു. അത് ഞാൻ വ്യക്തമായിട്ട് കേട്ടില്ല. അത് പറഞ്ഞപ്പോൾ ഋഷി അതിലങ്ങ് കയറി പിടിച്ചു. അബദ്ധത്തിലെന്ന് ഞാൻ പറഞ്ഞു പോയല്ലോ എന്നായിപ്പോയി അപ്സരയ്ക്ക് പിന്നെ മിണ്ടാട്ടം മുട്ടിപ്പോയി. ഋഷി ഒരു 10-20 മിനിറ്റ് അവിടെ ആ വീടങ്ങ് എന്താ പറയണ്ടേ, കാട്ടുതീയായിട്ട് ആളി കത്തിയെന്ന് തന്നെ പറയാം. ആർക്കും ഒരു തിരിച്ച് പറയാനോ ആർക്കും നിയന്ത്രിക്കാനോ പറ്റാത്തൊരവസ്ഥയിലേക്ക് ഋഷി അങ്ങ് കയറി. പ്രാങ്ക് ഒരാളെ ഉദ്ദേശിച്ചാണ് എറിഞ്ഞത്, നോറയെ ഉദ്ദേശിച്ച് എറിഞ്ഞത്. പക്ഷെ കൊണ്ടത് ഋഷിക്കായിപ്പോയി. ഋഷി അത് പരമാവധി യൂസ് ചെയ്തു. അതായത് കരിയറിനെ തൊട്ട് കളിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ശരിക്ക് ആ ക്യാമറ സ്പേസ് ഋഷി യൂസ് ചെയ്തു കേട്ടോ.